പ്രഖ്യാപനങ്ങളും പ്രചാരണങ്ങളും വാക്പോരുകളും വാഗ്വാദങ്ങളും അവസാനിച്ചു. ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നൊരു ദിവസം നിശബ്ദമായി വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഒന്നാം ഘട്ടത്തിൽ നവംബർ 6-ന് 121 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങളിൽ നവംബർ 11-നും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നവംബർ 14-നാണ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിനുള്ള പരസ്യ പ്രചാരണം നവംബർ 9 വരെയുണ്ട്. അഴിമതി ആരോപണങ്ങളും വാക്പോരുകളും വാഗ്ദാന പെരുമഴകളും കണ്ട പ്രചാരണ കാലമാണ് കടന്നുപോയത്. 18 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 121 മണ്ഡലങ്ങളാണ് വ്യാഴാഴ്ച വിധിയെഴുതുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ബീഹാർ തലസ്ഥാനമായ പട്ന, വൈശാലി, മുസാഫർപൂർ, ഗോപാൽഗഞ്ച് തുടങ്ങിയ പ്രദേശങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘോപൂർ, നിലവിലെ ഉപമുഖ്യമന്ത്രി BJP നേതാവ് സമ്രാട്ട് ചൗധരിയുടെ താരാപൂർ എന്നിവയാണ് നാളെ വിധി എഴുതുന്ന താരപ്രഭയുള്ള മണ്ഡലങ്ങൾ. പതിവ് പോലെ ഇക്കുറിയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും BJP നയിക്കുന്ന NDA മുന്നണിയും ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാസഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. ദേശീയ നേതാക്കൾ അടക്കമെത്തി ചൂടുപിടിച്ച പ്രചാരണമായിരുന്നു ഒന്നാം ഘട്ടത്തിനായി ബീഹാറിൽ നടന്നത്. പരസ്പരമുള്ള വാക്പോരുകൾ പ്രചാരണ കൊടുങ്കാറ്റായി. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വികസനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിലെ പുരോഗതിയും ചൂണ്ടിക്കാട്ടി ഭരണ തുടർച്ചയ്ക്കായുള്ള പ്രചാരണത്തിനായിരുന്നു NDA ഊന്നൽ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദയടക്കം ദേശീയ നേതാക്കൾ കളം നിറഞ്ഞു കളിച്ചു. അഴിമതി ആരോപണവും കൊലക്കേസിൽ നേതാവിന്റെ അറസ്റ്റും അവസാന ലാപ്പിൽ JDU-വിനും അതോടൊപ്പം NDAയ്ക്കും തിരിച്ചടിയാകുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ കണ്ടു. NDAയ്ക്ക് മേൽക്കൈ ഉള്ളപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ഈ തിരിച്ചടികളൊക്കെ വന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും സാമ്പത്തിക ആശ്വാസവും പ്രധാന വാഗ്ദാനമാക്കിയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് തേടൽ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെയും അവരുടെ തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ NDA സർക്കാരിന് സാധിക്കുന്നില്ല എന്നും അതിനൊരു പരിഹാരം മഹാഗഠബന്ധൻ അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുമെന്നും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഓരോ പ്രചരണ യോഗങ്ങളിലും ആവർത്തിച്ച് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള വാക്പോരായിരുന്നു അവസാന ദിവസത്തെ പരസ്യ പ്രചാരണത്തിന്റെ കാതൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് 2 രാജകുമാരന്മാർ കറങ്ങി നടക്കുകയാണ് എന്നും അതിലൊന്ന് ദില്ലിവാല രാജകുമാരൻ ആണെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്ഷേപം. ബീഹാർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യമിട്ടായിരുന്നു മോദിയുടെ വാക്കുകൾ. ദില്ലിവാല രാജകുമാരൻ ബീഹാറിന്റെ ആത്മീയ ഉത്സവമായ ഛഠ് പൂജയുമായി ബന്ധപ്പെട്ട ഛഠി മയ്യെ വരെ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ അല്പം മതം കലർത്താനും മോദി തയ്യാറായി. വ്യാജ ഡിഗ്രിക്കാരനാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയും മോദിക്കെതിരെ തിരിച്ചടിച്ചു. പുരാതന ആഗോള സർവകലാശാലയായിരുന്ന നളന്ദയുടെ വില പോലും മനസ്സിലാക്കാത്തയാളാണ് പ്രധാനമന്ത്രിയെന്നും രാഹുൽ തിരിച്ചടിച്ചു. NDA മുന്നണിയെ അടിമുടി ഒലിച്ചുകൊണ്ട് അഴിമതി ആരോപണവും ഒരു കൊലപാതക കേസും പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലെത്തിയത് NDAയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ബീഹാറിൽ NDA സർക്കാരിനെതിരെ 62,000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് മുൻ കേന്ദ്രമന്ത്രി RK സിംഗ് ഉന്നയിച്ചിരിക്കുന്നത്. അദാനി പവറിൽ നിന്ന് യൂണിറ്റിന് 6.75 രൂപ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ബീഹാർ സർക്കാർ ഒപ്പിട്ട കരാറിനെതിരെയാണ് ആദ്യ 2 മോദി മന്ത്രിസഭകളിൽ ഊർജ്ജമന്ത്രിയായിരുന്ന RK സിംഗിന്റെ വിമർശനം. യൂണിറ്റിന് 1.41 പൈസ അധികം നൽകേണ്ടി വരുന്ന അഴിമതി കരാറാണ് ഇതെന്നാണ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. മുൻ BJP കേന്ദ്രമന്ത്രിയുടെ തന്നെ അഴിമതി ആരോപണം അവസാന ലാപ്പിൽ NDAയ്ക്ക് കടുത്ത തിരിച്ചടിയായി. പ്രതിരോധിക്കാൻ അവസരം പോലും കിട്ടുന്നതിന് മുൻപാണ് സിംഗിന്റെ ആരോപണ ആക്രമണമുണ്ടായത്. NDAയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കിയ മറ്റൊരു സംഭവമായിരുന്നു കൊലപാതക കേസിൽ JDU സ്ഥാനാർത്ഥിയുടെ അറസ്റ്റ്. മൊക്കാമ മണ്ഡലത്തിലെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗ് അറസ്റ്റിലായത് അവസാന ലാപ്പിൽ NDAയ്ക്ക് തിരിച്ചടിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രചാരണ രംഗത്തിറക്കി ജയിൽ കാർഡ് പരീക്ഷണവും JDU നടത്തി. അതിനിടെ ബീഹാർ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സമ്രാട്ട് ചൗധരിക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ള JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗിനും വോട്ട് ചെയ്യരുത് എന്ന RK സിംഗിന്റെ പ്രസ്താവനയും സമ്രാട്ട് ചൗധരിക്കും ബീഹാർ BJP അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിനുമെതിരെ ജൻസുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ ഉയർത്തിയ അഴിമതി ആരോപണത്തെ സിംഗ് അനുകൂലിച്ചതും BJP നേതാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ പ്രളയം ഏറ്റവും അധികം ദുരിതം വിതയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. പ്രകൃതിയുടെ പ്രളയം പോലെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും JDU-വും നിതീഷ് കുമാറും
പ്രളയം ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങളുടെ പ്രളയമാണ് നടത്താറുള്ളത്. പക്ഷേ ഇന്നേ വരെ ഒന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് മാത്രം. ബീഹാർ സംസ്ഥാനത്തിന്റെ 73% മേഖലകളെ ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പ്രളയം ഒരിക്കൽ പോലും ബീഹാറിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയാകാറില്ല. ഇതാണ് രസകരമായ മറ്റൊരു വസ്തുത. ദുരിതാശ്വാസങ്ങൾ പോലും പാവപ്പെട്ടവരെ പരിഗണിക്കാതെ സമ്പന്നരുടെ കീശുകളിലേക്ക് പോകും. ചെറുകിട കർഷകരും സ്ത്രീകളും വടക്കുള്ള മുസ്ലിം വിഭാഗങ്ങളും അപ്പോഴും ഒന്നും ലഭിക്കാതെ നിൽക്കും. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പോലും പ്രളയത്തിന്റെ ആഘാതമുണ്ട്. കാരണം പല ഇരകളുടെയും രേഖകൾ ഒലിച്ചുപോയത് പ്രളയത്തിലാണ്. പതിവ് പോലെ ഇത്തവണയും പ്രളയക്കെടുതിക്ക് അവസാനമുണ്ടാക്കുമെന്ന് BJP പറയുന്നുണ്ട്. വികസനത്തിൽ ഊന്നി ഭരണ തുടർച്ചയ്ക്ക് NDA സഖ്യവും തൊഴിലിലും സാമ്പത്തിക സഹായത്തിലും ഊന്നി മഹാസഖ്യവും പ്രചാരണ രംഗം കൊഴുപ്പിച്ച തെരഞ്ഞെടുപ്പാണ് ബീഹാറിന്റെ മണ്ണിൽ ആസന്നമായിരിക്കുന്നത്. നവംബർ 14 വോട്ടെണ്ണുമ്പോൾ മഹാസഖ്യത്തിന്റെ തൊഴിലധിഷ്ഠിത പ്രചാരണമാണോ NDAയുടെ ഭരണ നേട്ട പ്രചാരണമാണോ കൂടുതൽ വിജയിച്ചത് എന്നത് അന്തിമഫലത്തിൽ വ്യക്തമായി പ്രതിഫലിക്കും.